ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ അൻസിബെ ഈ ഒരു സീസൺ 6 കഴിഞ്ഞ ആഴ്ച എവിറ്റ് ആക്കിയതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ഓൺലൈൻ മീഡിയകളിലും പല തെളിവുകളും കൊണ്ടുവരുന്നതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയെ ബിഗ് ബോസ് ടീം ചതിച്ച് പുറത്താക്കിയതാണോ, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള ചില കണ്ടസ്റ്റൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അൻസിബിനെ മനഃപൂർവ്വം ആ ഒരു ആഴ്ച എവിറ്റ് ആക്കിയതാണോ എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനെതിരെ പലരും സംസാരിക്കുന്നുണ്ട്. പല തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള, ബിഗ് ബോസിൻ്റെ എഡിറ്റിംഗ് ടീമിൽ നിന്നുള്ള പലരുടെയും വോയിസ് ക്ലിപ്പുകളും അവരുടെ നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട് പലരും ഈ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രേക്ഷകരും കാണും. സോഷ്യൽ മീഡിയകളിൽ ഇതേപ്പറ്റിയുള്ള പല ചർച്ചകളും കാണുന്നുണ്ട്. അപ്പം കോൺട്രവേഴ്സി ടോപ്പിക്കുകളൊന്നും നമ്മളും എടുക്കാറുള്ളതല്ല. നമ്മുടെ ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിടാറുമില്ല. പിന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതും ആയിട്ടുള്ള ഒരു കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെയും പറയുന്നത്. നിങ്ങൾ പ്രേക്ഷകരും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം ബിഗ് ബോസ് എല്ലാവരെയും അങ്ങോട്ട് പറ്റിച്ച്, പ്രേക്ഷകരെ എല്ലാം പറ്റിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം എല്ലാ സീസണുകളിലും മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാ സീസണുകളിലും നടക്കുന്നതാണ്. അപ്പോൾ എല്ലാ സീസണിലും ഇങ്ങനെ പ്രേക്ഷകർ ഇതിനെ എതിർക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ഇതിപ്പോൾ കൂടിക്കൂടി വരികയാണ്. അപ്പം ഇത് മാക്സിമം നമ്മൾ ഇതിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലും അൻസിബ എവിക്റ്റായി എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അറിഞ്ഞത് മുതൽ, അതായത് എപ്പിസോഡോ കാര്യങ്ങളോ വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ വിവരങ്ങളൊക്കെ പുറത്തറിയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് എവിക്റ്റ് ആക്കി എന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ മുതൽ നമ്മളെ 2 വീഡിയോകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഒന്ന്, അൻസിബ എന്തുകൊണ്ട് എവിക്റ്റായി, ഇത് ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു, അതുപോലെ തന്നെ അൻസിബ ഔട്ടാകാനുള്ള കാരണങ്ങളും കാണിച്ചുകൊണ്ട് ഇത് എന്തുകൊണ്ട് എവിക്റ്റ് ആക്കി ഇപ്പോൾ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു സമയത്തെ ഓഡിയൻസിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം ഇവരെങ്ങനെ പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇവരുടെ ഒഫീഷ്യൽ പോളുകൾ നമുക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എല്ലാ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ അൺഒഫീഷ്യലായി പല ഓൺലൈൻ പോളുകളും നടക്കുന്നുണ്ട്. അത് ലക്ഷങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുമുണ്ട്. ഈ പോളുകളൊന്നും അൺഒഫീഷ്യലായി നടക്കുന്ന പോളുകളോ വോട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഒഫീഷ്യൽ പോളുകളുമായിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല. അത് ആ വോട്ടുകളും കാര്യങ്ങളും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഡിയൻസിൻ്റെ ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ സീസണും എപ്പോഴും കറക്റ്റ് ആയിരിക്കും. പിന്നെ ചില കണ്ടസ്റ്റൻസിൻ്റെ കേസിൽ വന്നു കഴിയുമ്പോൾ വോട്ടുകളുടെ കാര്യത്തിൽ ചെറിയ ശതമാനം വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ മാത്രമേ ആ ഒരാഴ്ചത്തെ വോട്ടിങ്ങിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വന്ന് ഒരു കണ്ടസ്റ്റൻസ് എവിക്റ്റ് ആകുന്നതിൽ ചില മാറ്റങ്ങൾ വരാറുള്ളൂ. അല്ലാത്ത പക്ഷം നല്ലൊരു ശതമാനം, അതായത് ഒരു കണ്ടസ്റ്റൻറ്റ് 4%, ഒരു കണ്ടസ്റ്റൻറ്റ് 25% ഓഡിയൻസ് ട്രെൻഡ് അൺഒഫീഷ്യൽ പോളുകളിൽ നിൽക്കുമ്പോൾ ഒരിക്കലും 25% നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ് എവിക്റ്റ് ആകാൻ പോകുന്നില്ല. 4% നിൽക്കുന്ന, അല്ലെങ്കിൽ 4-7 ഒക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 7 നിൽക്കുന്ന ആൾ എവിക്റ്റ് ആകുമ്പോൾ നമുക്ക് പറയാം അത് അങ്ങനത്തെ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതല്ലാതെ ഒരിക്കലും അൺഒഫീഷ്യൽ പോളുകൾ കാണുന്നത് ശരിയല്ല. അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് അല്ലെങ്കിൽ പോലും ആ ഒരു ട്രെൻഡ് ഒരിക്കലും മാറാറില്ല. അത് നമുക്ക് ഇത്രയും നാളത്തെ സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ആ ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ പല കമ്മ്യൂണിറ്റി പോളുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ആ ഒരു സമയത്ത് അൻസിബേക്കായാലും വോട്ടുകൾ കുറവുള്ള ശ്രീതു, ഋഷി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ അപ്സര എവിക്റ്റായി പോയിരുന്നു, റസ്മിൻ എവിക്റ്റായി പോയിരുന്നു. ആ ഒരാഴ്ച നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എവിക്ഷൻ നടന്നത് തന്നെ ഒന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേയുമായി പ്രമാണിച്ച് മിഡ് വീക്ക് എവിക്ഷൻ നടത്തുന്നു. അതേ കണ്ടസ്റ്റൻസിനെ തന്നെ നോമിനേഷൻ എടുത്ത് അടുത്ത ആഴ്ചയും കൂടി എടുത്തിടുന്നു. ആ കണ്ടിന്യൂസ് ആഴ്ചയിൽ അത് ഏറ്റവും നീതികേടാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരവിടെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു എവിക്ഷൻ നടത്തിയിട്ട് വീണ്ടും അതേ കണ്ടസ്റ്റൻസിനെ എടുത്ത് നടത്തി വീണ്ടും 2 പേരെയും കൂടി ചെയ്യുമ്പോൾ 3 പേരാണ് അവിടെ പോകുന്നത്. അപ്പം ആ മനഃപൂർവ്വം ഒരു കണ്ടസ്റ്റൻസിനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 2 പേരെ നടത്തുന്നത്. അല്ലെങ്കിൽ ഒരാളെ അവിടെ എവിക്റ്റ് ചെയ്താൽ മതി. കാരണം സെയിം നോമിനേഷൻസ് അല്ലേ വീണ്ടും വന്നു കഴിയുമ്പോൾ. അതും പോട്ടെ, ഈ പറയുന്നത് പോലെ അപ്സരയ്ക്ക് വോട്ട് കുറവായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ ഋഷിക്കും ശ്രീധുവിനും വോട്ട് കുറവായിരുന്നു. ശ്രീധുവിന് ശ്രീധു സീരിയലുകളിലൊക്കെ തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടുന്ന് വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇത്രയും ദിവസത്തെ എടുത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എത്രത്തോളം വോട്ട് വരുന്നുണ്ട്, മൊത്തത്തിൽ എങ്ങനെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് ഋഷീനെ എവിക്റ്റ് ആക്കിയാൽ പോലും സംശയം വരത്തില്ല. കാരണം ആ ഒരു 2 ആഴ്ചയും അല്ലെങ്കിൽ അതിന് മുന്നത്തെ ആഴ്ചകളും ഋഷിക്കും വോട്ട് കുറവാണ്. അപ്പം ഋഷീനെ അതിനകത്ത് എവിക്റ്റ് ചെയ്താൽ പോലും ഇത്രയും സംശയം പ്രേക്ഷകരിലേക്ക് വരത്തില്ല. അൻസിബയെ അവിടെ ഒഴിവാക്കിയത് കൊണ്ടാണ് പ്രേക്ഷകർക്കെല്ലാം സംശയം
സംശയം വന്നത്. കാരണം പ്രേക്ഷക ട്രെൻഡ് നോക്കി കഴിയുമ്പോൾ അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് അൻസിബ ഒന്നും ചെയ്യാതെ നിന്ന സമയത്ത് പോലും അൻസിബയ്ക്ക് നല്ല പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുടുംബ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അൻസിബയെ. എന്നാൽ ഈ ലാസ്റ്റ് പറയുന്ന 2-3 9-ാമത്തെ 10-11 ആഴ്ചകളിലേക്ക് ആയപ്പോഴത്തേനും അൻസിബ പല രീതിയിൽ ബിഗ് ബോസ് സീസൺ 6ലേക്ക് നല്ല രീതിയിൽ മുൻപോട്ട് വരുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്കിടയിൽ നല്ല ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് മോശമായി തോന്നുന്ന കണ്ടസ്റ്റൻസിനെതിരെയൊക്കെ നല്ല രീതിയിൽ അൻസിബ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെതിരെ ജാസ്മിൻ, നോറ എന്നിവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു അൻസിബ. അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും വളർന്നു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു റിസൾട്ട് തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ പ്രേക്ഷക സപ്പോർട്ട് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ എവിക്ഷൻ വന്നു കഴിഞ്ഞപ്പം അൻസിബയാണ് എവിക്റ്റ് ചെയ്തത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളും പല വീഡിയോകളിൽ ചോദിച്ചതാണ്. കാരണം ഋഷി ആണെന്നുണ്ടെങ്കിലും ശ്രീതു ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രശ്നമില്ല. ഇനി ശ്രീതുവിനെ അവിടെ നിലനിർത്തണം, ഒരു കോംബോ അവിടെ പോകേണ്ടത് കൊണ്ട് ശ്രീതുവിനെ അവിടെ നിലനിർത്തിയിട്ട് ഋഷിനെയാണ് പുറത്ത് വിടുന്നതെങ്കിൽ പോലും ആ ഒരാഴ്ച സംശയമുണ്ടാകത്തില്ല. ശരിക്കും ഋഷിക്ക് വോട്ട് കുറവായിരുന്നു, ആർക്കും പ്രശ്നങ്ങളുണ്ടാകത്തില്ല. പക്ഷേ ഋഷിനെ പുറത്ത് വിട്ടതുകൊണ്ട് ബിഗ് ബോസിന് വലിയ മെച്ചങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ ബിഗ് ബോസിൻ്റെ താല്പര്യമുള്ള നിഗൂഢ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിന് എതിരായി അൻസിബ വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ജാസ്മിൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ബിഗ് ബോസ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിച്ച് എങ്ങനെയെങ്കിലും മുൻപോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇപ്പോഴും വളരെ തുച്ഛമായ പ്രേക്ഷക സപ്പോർട്ട് മാത്രമേ ജാസ്മിനുള്ളൂ. എല്ലാ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി ബിഗ് ബോസിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ജാസ്മിനെ അവിടെ നിലനിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 എത്തിക്കണം. മാക്സിമം കപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. അൻസിബയ്ക്ക് പ്രേക്ഷക സപ്പോർട്ട് വളരെ ശക്തമായ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനേക്കാളും ജാസ്മിന് ഒന്നുമല്ല, ജാസ്മിനെതിരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായ പ്രേക്ഷക സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് 2-3 ആഴ്ചകളായിട്ട്. ബിഗ് ബോസ് നോക്കിക്കഴിയുമ്പോൾ അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻസിബ ആ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ മികച്ച രീതിയിൽ മുൻപന്തിയിലേക്ക് വരും. ശക്തമായി ടോപ്പ് 5ലേക്ക് ശക്തമായ മത്സരം കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അൻസിബയെ ആ ഒരാഴ്ച സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആ ഒരാഴ്ച തന്നെ പുറത്താക്കി വിട്ടത്. കാരണം പിന്നീട് ഒരു അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പിന്നീട് എല്ലാവരും എവിക്ഷനിലേക്ക് വരും. അപ്പോൾ പിന്നെ നന്ദന, സായി, നോറ ഇവരൊക്കെ വരും. പിന്നെ അൻസിബയെ അവിടെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു വീക്കിൽ തന്നെ എവിക്ഷൻ അൻസിബയുടെ കൂടെ നടത്തിയത്. നമ്മളെല്ലാവരും വിചാരിച്ച് ടിക്കറ്റ് ടു ഫിനാലെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 10 കണ്ടസ്റ്റൻസ് ആക്കി ചുരുക്കണം, 10 പോയിൻറ്റ്സ് കണ്ട് കൊടുക്കണം, 10 ഗെയിം ആ ഒരു ഫോർമാറ്റിലായിരിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, 3 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് 10 പോയിൻറ്റ്സ് കഴിഞ്ഞ സീസണുകളിലെ പോലെ ഒന്നുമല്ല. അപ്പം അൻസിബനെ അവിടെ 11ാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് അവിടെ നിന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ അൻസിബയ്ക്ക് പകരം ഋഷി എവിടായിരുന്നു, ശ്രീധുവിനെ എവിടായിരുന്നു, എന്തുകൊണ്ട് വിട്ടില്ല? അപ്പോൾ ഇതിൻ്റെ പിറകിൽ നിഗൂഢമായ പല ലക്ഷ്യങ്ങളുമുണ്ട്, താല്പര്യങ്ങളുമുണ്ട്. ബിഗ് ബോസിന് വേണ്ട കണ്ടസ്റ്റൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മുന്നിലേക്ക് ഒരു കണ്ടസ്റ്റൻസ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഫീമെയിൽ കണ്ടസ്റ്റൻസ് വേറെ ആരും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ മനഃപൂർവ്വം അടിച്ച് താഴ്ത്തി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിൽ ഏത് രീതിയിലാണ് ഇവർ ചതി പ്രവർത്തിപ്പിച്ചത്? വോട്ടിൻ്റെ രീതിയിലാണോ, അതോ മറ്റു രീതിയിലാണോ, അതോ വോട്ട് അങ്ങനെ ഉണ്ടായിട്ടും മനഃപൂർവ്വം എവിക്റ്റാക്കി വിട്ടതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് ടീമിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പല ആരോപണങ്ങളും അവരുടെ പല വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് അവർ മനഃപൂർവ്വം ചെയ്തതാണെന്നും അതുപോലെ തന്നെ അൻസിബയുടെ പല കണ്ടൻറ്റുകളും മുക്കാൻ നോക്കുന്നുണ്ടെന്നും അതൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയും പല ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ ഇനിയാണെന്നുണ്ടെങ്കിലും പലരും കൺഫ്യൂസ്ഡായി നിൽക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ജെനുവിനായിട്ട് നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ബിഗ് ബോസ് കാണിക്കുന്നതോ അവരുടെ PR ഏജൻസി അവരുടെ താല്പര്യാർത്ഥം മുൻപോട്ട് കൊണ്ടുവരാൻ അവർ വെള്ളപൂശുന്ന കണ്ടസ്റ്റൻസിനോ വേണ്ടി സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എപ്പിസോഡുകൾ മാത്രം കണ്ട് വിലയിരുത്താതിരിക്കുക. എപ്പിസോഡുകളിലൊന്നും ഒന്നുമില്ല. എപ്പിസോഡുകൾ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വെള്ളപൂശൽ മാത്രമാണ് എപ്പിസോഡുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവിലാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി മാത്രം നല്ല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക. സോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളും തെളിവുകളും ഒക്കെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.